അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേരി ഈ സ്കൂളാണ് മാളികപ്പുറം ചിത്രത്തിലെ കുട്ടി പഠിക്കാൻ പറ്റുന്ന സ്കൂളാണ് ഞാൻ കാണുന്നത്. അവിടെ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുവാണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. മരക്കണ്ട ചാടി നമുക്ക് തിരിച്ചു പോകാം. കല്ലേലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ്. ചേർക്ക കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വണ്ടി ഓടി വരുമ്പോൾ കാണാം. സ്കൂളും കാര്യങ്ങളൊക്കെ 10 മീറ്റർ അകത്തോട്ട് മാറിയാണ് സ്കൂള് അങ്ങോട്ട് ഓടിക്കുന്നത്. കൊക്കാത്തോട് കൂടി കയറുമ്പോ നിങ്ങളുടെ മക്കളെ പഠിക്കും. ഞങ്ങളുടെ വീക്കോട്ടതാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നമ്മളോട് അവിടെ വാച്ചർമാർ പറഞ്ഞേക്കുന്നത്, അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞേക്കുന്നത് ഇതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് അറിയത്തില്ല. ഇനി ആനയോ പുലിയോ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് ഈഗോ അടിക്കും എന്ന് വെച്ചിട്ടായിരിക്കാം പറഞ്ഞത്. ഇവിടെ മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നിൽക്കാൻ പാടില്ല, എടുക്കണ്ട, എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. നമ്മൾ അതേപടി അനുസരിക്കുന്നു. ദാറ്റ്സ് ഓൾ. അതേപോലെ തന്നെ നമ്മളാണെങ്കിൽ ഇപ്പം എത്തിയേക്കുന്നത് കടലേലി അമ്പലത്തിന് അടുക്കാറായി. അതിന് മുമ്പായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മഴ പെയ്ത് തന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് വിട്ട് കഴിഞ്ഞ് ഈ പോച്ചിക്കകത്തിലോട്ടോ കാട്ടിനകത്തിലോട്ടോ കയറി കഴിഞ്ഞാൽ തന്നെ അട്ടയുടെ പുഴുവിന്റെ ശല്യമുണ്ട്. ചോര ഓടിക്കുന്ന പുഴുവിന്റെ ശല്യമുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നല്ല പുഴുവിന്റെ ശല്യമുണ്ട്, തോട്ടപ്പുഴുവിന്റെ ശല്യമുണ്ട്. ദേഹത്തെ കയറിയാൽ പോലും അറിയത്തില്ല. ാണ് ഞാൻ പറഞ്ഞ ശിവക്ഷേത്രം. അടുത്തായിട്ടാണ് ശേഷം ഒരു വാഹനം പോകുന്നതായിട്ടാണ് കല്ലേലിക്കാവ് ക്ഷേത്രം. വളരെ പ്രശസ്തവും നിരവധി ആൾക്കാര് അന്യടുത്തു നിന്നൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള ഒരു കാവ് കൂടിയാണ് കല്ലേലി അപ്പൂവക്കാവ്. ശേഷം പൂജകളും കല്ലേലി അപ്പൻ പുരടക്കാവാണ് ഈ തൊട്ട് മുമ്പ് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഇനിയും പോകാനുണ്ട്. ഇനിയും അത്രയും ദൂരം കൂടെ നമുക്കിനി മുന്നോട്ട് പോകാനുണ്ട്. ഇവിടെ എല്ലാം ആനശല്യം ഉള്ളതാണ്. ആനശല്യമുണ്ട്, അതുകൊണ്ട് മറ്റു മൃഗങ്ങളുടെ ശല്യമുണ്ട്. കാട്ടുപോത്ത്, കേഴ, അങ്ങനെയുള്ള പല മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ള ഏരിയ ആണ്. കൃഷിയും കൊണ്ടൊക്കെ പോകാൻ പറ്റും. ഇവിടെ തന്നെ ബസ് റൂട്ട് ഉള്ളതാണ്. KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്. അതെല്ലാം ഓരോ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് സർവീസ് ഉള്ളൂ. പിന്നെ കൊക്കാത്തോട് ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമെന്നറിയില്ല. പറയാതിരിക്കത്തില്ല, അവർ കണ്ട അവർ വഴക്ക് പറയും. തന്നെ നമുക്ക് നോക്കാം. ഇടയ്ക്കൊക്കെ അത്യാവശ്യം റോഡൊക്കെ തകർന്ന് നടക്കും. അതിൻ്റെ ആവശ്യം ഇടഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല. ആ വണ്ടി തിരിയുന്നിടത്തൊക്കെ ഒത്തിരി പൊട്ടിപ്പൊളിഞ്ഞ് നടക്കും റോഡ്. കാരണം ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എണ്ണം കുറവല്ലേ, ഇങ്ങോട്ട് വരുന്ന വണ്ടിയൊക്കെ കുറവാണ്.
മിക്കതും കല്ലേലിക്കാവ് വരെ വരുന്ന വണ്ടികളാണ്. ആ തൊട്ടപ്പുറത്ത് വന്ന് വണ്ടി തിരിഞ്ഞു തൊട്ടത്തോട്ടിലേക്ക് അവിടെ ഒറ്റമീന നല്ല ഉള്ളൂ. കൊക്കാത്തോട്ടിലേക്ക് വണ്ടി അധികം കുറവാണ്. 1-2 ബസ്സെങ്ങാണ്ടി ഉള്ളത്. ഈ വഴി ഒരു പ്രൈവറ്റ് ബസ്സും ഉണ്ട്, ഒരു KSRTC ഉണ്ട് കൊക്കാത്തോട്ടിലുണ്ട്. അവിടെയൊക്കെ ഉള്ളവരുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇതുവഴി വരുന്ന കാര്യം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം കാട്ടാൻ ശല്യമൊക്കെ ഉണ്ടാകും. ഭയങ്കര ഇതായിരിക്കും. ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന അവരൊക്കെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ഈ വഴിയായിരുന്നു പണ്ട് ബസ്സൊക്കെ അക്കരയ്ക്ക് പൊക്കൊണ്ട് പാലം വരുന്നതിന് മുമ്പായിട്ട് ആറ്റി കൂടെ കയറി അപ്പുറത്താണ്. അത് വെള്ളം കുറയുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ അപ്പുറത്തോട്ട് അക്കരെ ഭാഗത്ത് ജീപ്പ് ട്രിപ്പ് അടിക്കും. അവിടെ നമ്മൾ കടത്തായിരുന്നു, വഞ്ചിയായിരുന്നു. ഈ റോഡ് നേരെ പോകുന്നത് അച്ചൻകോവിന് പോകും. വീടാൻ സമയത്ത് മാത്രമേ അവർക്ക് പോകാൻ തോന്നും. കല്ലേരി പാലം അതൊന്നും നിർത്തുമോ? വെള്ളത്തിന്റെ ജ്യൂസൊക്കെ നോക്കൂ, നല്ല ഒഴുക്കാണല്ലോ. അത്ര തിരക്കൊന്നും അത്ര വെള്ളമൊന്നുമില്ല. ഇല്ലേടാ, അത്ര വെള്ളമൊന്നുമില്ല. പണ്ട് വരെ കടത്തുമാർഗം മാത്രം. അല്ലാതെ അവർക്കൊരു വാഹന സൗകര്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അക്കരെ ഇക്കരെ ഒക്കെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പോക്കുവരവൊക്കെ. അതിനുശേഷമാണ് ഇപ്പം ഈ പാലം വന്നത്. പാലം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് യാത്ര ഒക്കെ സുഗമമായി. അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. എൻ്റെ മൊബൈലിൻ്റെ ഒരു മാക്സിമം ക്ലാരിറ്റിയിലാണ് എടുത്തത്. അതാണ് ഈ കാണുന്നത്. നിങ്ങൾ നേരിട്ട് വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. നല്ല അടിപൊളി ഒരു സൈറ്റാണ്, നല്ല ലൊക്കേഷനാണ്. നമ്മുടെ കൺട്രാക്ട് വേറെ ലെവലാകട്ടെ. സത്യം പറഞ്ഞാൽ ഈ യാത്ര തന്നെ അങ്ങോട്ട് പോകുന്നത് വിഷ്ണുവിൻ്റെ മക്കളെ കാണാൻ വേണ്ടിയാണ്. അവർ പഠിക്കുന്ന സ്കൂളിലോട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വിളിച്ചു പറഞ്ഞ് എന്നാൽ നമുക്ക് കൊക്കാത്തോട്ടിന് പോകാം എന്ന് പറഞ്ഞു. ചേട്ടൻ ചെറുതായിട്ടൊന്ന് പുഞ്ചരിച്ചു. വേറെ പണിയില്ലയോ എന്നായിരിക്കും ചിരിയുടെ അർത്ഥം. കളിയാക്കിയത് തന്നെ. കൊക്കാത്തോട് ഷൂട്ടൊക്കെ ഇവിടെ നടന്നേ ഇവിടെ കൊണ്ടുപോകുന്നതൊക്കെ അത് ഈ ഭാഗമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയല്ലോ ആ സീന്. ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഭയങ്കരഭാവം പഴയ പടമാണ്. അതൊക്കെ ഇവിടെ കോന്നി, കല്ലേലി ഈ ഭാഗമൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിപ്പിക്കാൻ വരുന്നത്. ആനയും കൊണ്ട് വരുന്നത് അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗമൊക്കെയാണ്. ഒത്തിരി പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. 20 കിലോമീറ്റർ സ്പീഡ് മാത്രമേ പാടുള്ളൂ. നമ്മുടെ വണ്ടി വന്ന് 40. വീതി കുറവാണ് അങ്ങോട്ടുള്ള റോഡിന് കേട്ടോ. പക്ക വീതി കുറവ്. ഒരു ഇത് പറയുവാണെങ്കിൽ കട്ടിച്ചൊരു ജീപ്പ് കറക്റ്റ് പോയില്ലേ, അത്രേ ഉള്ളൂ. ഒരു വലിയ വണ്ടിക്കൊന്നും ഇത് വിട്ടു പോകാനുള്ള വഴിയൊന്നും ഇല്ല. സൈഡ് കൊടുക്കാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എതിരെ ഒരു വലിയ വണ്ടി
കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ആനയാണ്. പൈപ്പ് കിടക്കുന്നുണ്ടോ? അയ്യോ, എന്തോ ഒരു സാധനം കത്തി കഴിഞ്ഞു അടിവയറ്റിലോട്ട് പോയെന്ന് തോന്നുന്നു. പന്ന പൈപ്പിനെ പേടിപ്പിച്ച് ഇന്ന് പ്രാർത്ഥിച്ച ഇറങ്ങി. കാണല്ലേ, അങ്ങനെ കാണല്ലേ ഭഗവാനെ. അവിടെ ചവിട്ടി ഉറച്ചു വെച്ചേക്കണ്ട. എന്നെ ഇപ്പൊ തന്നെ ഇറക്കാൻ തുടങ്ങുന്നത്. എന്റെ കാലിന്റെ വെള്ളം ഇരിക്കുന്നു. ഈ പേടിയുണ്ട്. ഓടിയാലും കണ്ട് നിൽച്ചു. ഓട്ടയൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുകൊണ്ട് ചപ്പാത്തുണ്ട്. ഇതുകൊണ്ട് ഓരോ പാറകള്, പിന്നെ ആ പാറയിൽ നിന്ന് വരുന്ന അരുവികള്. അതൊക്കെ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുന്ന തോട് കരയിൽക്കൂടാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്. പക്ഷെ റോഡ് പക്കയാണല്ലേ? റോഡ് പക്കയാ, വീതിയില്ലെന്നേ ഉള്ളൂ. റോഡ് പക്കയാണ്, കുഴിയോ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ടെങ്ങനെയാണെന്ന് അറിയത്തില്ല. പാലത്തിന് ശേഷം, പാലം കയറിയതിന് ശേഷം അടിപൊളി റോഡ് തന്നെ. ആ, അങ്ങനെ റോഡ് പണിയുന്ന പരിപാടി ഇല്ലല്ലോ മെയിനായിട്ട് ഫോറസ്റ്റുകാര്. അവരങ്ങനെ അനുവദിക്കില്ല. ഒരു തവണ ഒരേ സ്ഥലമാണ്. ഇവിടുത്തെയൊക്കെ വാഹനം ജീപ്പാണ്. ഏറ്റവും കൂടുതൽ ഓടുന്ന ജീപ്പേ വേണം. ജീപ്പ്, പിക്കപ്പ് എല്ലാം വെള്ളച്ചാട്ടമുണ്ട്. അടിപൊളി വെള്ളച്ചാട്ടം, വെളിന്ന് വെള്ളച്ചാട്ടം, വെള്ളം ഒഴുക്ക് സാധനം. ഇപ്പം കൂടുതലും മരത്തിന്റെയും മെലച്ചിന്റെ ഒക്കെ മറവുണ്ട്. കറക്റ്റായിട്ട് കാണാം. നമ്മളെ ഇറങ്ങി നിന്ന് കാണുന്ന കാര്യം. പാറകൾ അരുവികൾ ഉണ്ടാകും. ആ അരുവികൾ കൂടിച്ചേർന്ന് പുഴയാകും. അത് പിന്നെ താഴെ കൂടെ ഒക്കെ ഒഴുകും. പറഞ്ചം പുറഞ്ഞ വെള്ളം. ഇവിടെ മറ്റൊരു സ്ഥലങ്ങളുണ്ട്. കാട്ടാത്തിപ്പാറ എന്ന് പറയുന്നത് വലിയൊരു പാറയാണ്. അതിന് മുകളിലൊക്കെ കയറാൻ പറ്റുന്നേ. പക്ഷെ ഇങ്ങോട്ട് നമുക്ക് റോഡിന്റെ വ്യത്യാസം കണ്ടോ? അവിടെ കഴിഞ്ഞ പിന്നെ റോഡിന് വീണ്ടും വീതി കൂടിയിട്ടുണ്ട്. ഇഷ്ടം അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടം ഉണ്ട്. പതിയെ പോണം. ഇതൊരു വെള്ളച്ചാട്ടമാണ്. നമ്മളും വെള്ളത്തിൽ ചാടി. ഇവിടെ ആയിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. വെള്ളം താഴെയായിട്ട് മഴയൊക്കെ പെയ്ത് ഒന്നുകൂടെ വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര വെള്ളമായിരുന്നു. റോഡിൽ കൂടെ വണ്ടിയിലൊക്കെ പോകുന്ന കാര്യം ഭയങ്കര ആന ഒന്നും ചവിട്ടിത്തല്ലായിരുന്നു. മത്സ്യവും പട്ടണിക്ക് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ നാട്ടുപ്രദേശം മാതിരി അടുത്തടുപ്പിച്ച് വീടുകളും കാര്യങ്ങളൊക്കെ. പള്ളിയൊക്കെ അങ്ങോട്ടേക്ക് പാടില്ല.
കാഴ്ചയാണ്. കാണാൻ പറ്റിയത് ആ വെള്ളം ഒഴുകുന്നേ. കണ്ണും പൂത്തി പറഞ്ഞ തട്ട് കട കുടുംബശ്രീകാരെ നടത്തുന്ന ഹോം സ്റ്റേ. ഞാനിപ്പോ പറഞ്ഞ കാട്ടത്തിപ്പാറ ഇതാണ് ആ കാട്ടത്തിപ്പാറ എന്ന് പറഞ്ഞത്. മുകളിൽ നമുക്ക് കയറാൻ പറ്റും. ഇവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കരിപ്പുലി ഇറങ്ങി നടക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അതുകൊണ്ട് രാത്രി യാത്രയൊന്നും ഉണ്ടായിരുന്നു. ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന പോലീസുകാര്, ഫോറസ്റ്റ് ഓഫീസർമാര് അവരൊന്നും സമ്മതിക്കുന്നില്ല. നമ്മുടെ പൈലറ്റ് സത്യം പറയാൻ ശരിയല്ല കേട്ടോ. ഈ വെട്ടിയും പുകയാൻ മാതിരി പറന്നങ്ങ് പോവാ പൈലറ്റ്. ഒന്നും ചവിട്ടി തരത്തില്ല. അവിടെ സ്റ്റോപ്പ് സാധനം കാണിക്കട്ടെ. അത് ഈ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. നല്ല രീതി നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ കൊണ്ട് പറ്റിയ സ്ഥലമാണ് ചോദിച്ചത്. ഭയങ്കര മനോഹരം, ഭയങ്കര ബ്യൂട്ടിയാണ്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ കൊണ്ട് നല്ല സെറ്റ് സ്ഥലം. വീഡിയോ എടുക്കാം. ഇതുകൊണ്ട് നല്ല നല്ല രസമുണ്ട് കാണാൻ. ഇരുണ്ടടച്ച് ഒരു മൂടിയ അന്തരീക്ഷം. ഇങ്ങനെ കലങ്ങിയല്ല തെളിഞ്ഞൊഴുകുന്ന ഒരു ചെറിയൊരു റോഡ്. ഒഴുക്കില്ല, ഒഴുക്കുണ്ട്. റിസോർട്ടോ നല്ല രസമാണ് ഇവിടെ കാണാൻ കേട്ടോ. ആ കാണുന്ന ഞാൻ കാണുന്നത് പറയല്ലേ. മോളിൽ കയറാനൊക്കെ ഇല്ലടാ. ഒരു ചെറിയൊരു എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഫാമിലിയായിട്ടൊക്കെ വരുവാല്ലേ, അത് ഫോട്ടോ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി പ്ലേസാണ്. വലത്തെ സൈഡ് കാണാം നമുക്ക്. കാണാണ്ടോ? ഒരു ഹോം സ്റ്റേ ഇവിടെ ഉണ്ട്. ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും. അവിടെ ആണെങ്കിൽ അടിപൊളിയാണ്. ഉദ്ദേശിച്ച് നോക്കൂ. നിർത്തിയെങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ. പിന്നെ അതെങ്കിലും കാണിക്കണ്ടേ.
ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക കേട്ടോ. അത് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആളൊക്കെ ഉണ്ട്, ആൾപേരൊക്കെ ഉണ്ട്, ആൾപേരൊക്കെ ഉണ്ട്. ഈ പുഴയ്ക്ക് അക്കരെ സൈഡാണ് കേട്ടോ. ഇതിനടുത്ത് ഈ ചെറിയൊരു പുഴയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലാട്ടോ നമുക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതിലൂടെ എന്റെ ഫോണിലൂടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കൂ, ഒരു കള്ളക്കുരങ്ങൻ. അവിടേക്ക് പോകുന്ന വഴി എങ്ങനെയാണ്? ഇതുവഴി തന്നെയാണോ? ഗൈസ് നോക്കൂ, ഇതുവഴിയാണ് ഇറങ്ങി. ഇതുവഴി നേരെ ഞാൻ അവിടെ ചെറിയൊരു ഒരു പാലം പണി, ചെറിയൊരു തൂക്കുപാലം കാണുന്നുണ്ടോ? ഇതിലൂടെയാണ് ആ മഞ്ഞ മുളം നിൽക്കുന്നത്. ബെഡും കാര്യങ്ങളും ആ റൂമും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, ഒരു 7-8 മേളിലുണ്ട് ആ റൂമും കാര്യങ്ങളും ഒക്കെ. സെറ്റ് വൈബ്. അവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടും ആണ് തോന്നുന്നത്. അവിടെ ആളില്ലോടാ? അവിടെ ആളില്ലേ? ആളും വരുമൊന്നുമില്ല. ഞാൻ ഒരു 2 പേരെ കണ്ടായിരുന്നു ഇപ്പൊ അവിടെ. ഞാൻ ഓർത്ത് അവിടെ ആളുണ്ട്. തിരിച്ചെടുത്തു. അവരുടെ നമ്പരും കാര്യങ്ങളൊക്കെയാണ്. അവരെ വിളിച്ചിട്ട് വരേണ്ടവർക്ക് വരാം. ദയവായി മറ്റുള്ളവർ പ്രവേശിക്കും മാത്രം, അതായത് ബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം പ്രവേശനം. അല്ലാതുള്ളവർക്ക് പ്രവേശനം ഇല്ല കേട്ടോ. കാണാനായിട്ട് നമ്മൾ ചാടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുക്കും. അവിടെ ബുക്ക് ചെയ്യണം. ആ നമ്പറിലാണെങ്കിൽ നിങ്ങളങ്ങനെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തതിന് ശേഷം പോകാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കഷ്ടപ്പെട്ട് ഇതിനെക്കൂടെ ഞാൻ മണ്ടയ്ക്ക് ചെല്ലുമ്പോഴായിരിക്കും തിരിച്ചിറങ്ങി പോടാ എന്ന് പറയുന്നത്. നമ്മൾ പെട്ടു പോകുമ്പോൾ ഞങ്ങളങ്ങ് പോവുകയും ചെയ്തു. ഞാൻ കാട്ടാത്തിപ്പാറ കേട്ടോ. മുകളിൽ നിന്നിട്ട് നമുക്ക് ആണെങ്കിൽ ചുറ്റുവട്ട പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ഇത് കാണാൻ പറ്റും. അങ്ങോട്ടുണ്ട് പാറ നല്ല വലിപ്പത്തിലാണ്. അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നത്. വണ്ടി അങ്ങ് കൊണ്ട് നിർത്തി ഒറ്റ അവിടത്തേക്ക് കണ്ടു. അവിടുന്ന് പിന്നെ ഇറങ്ങി ഓടി തിരിച്ച് വന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്തു. കൊക്കാത്തോട് ആയി വരുന്നു. ഏകദേശം ഇനിയും കിടക്കുന്ന വഴി കുറച്ച് ദൂരങ്ങളുണ്ട്. പിന്നെ ഏകദേശം ഒരു 4 കിലോമീറ്റർ കാണത്തില്ലടാ കൊക്കത്തോടിന്. 4 കൂടുതലുണ്ടല്ലേ? ഉണ്ട്. ഇടയ്ക്കെല്ലാം പൊയ്കയാണ്. കാലെ അത്ര അടിച്ചായിരുന്നു. അടുത്ത പേടിയോ ഫോറസ്റ്റ് ഓഫീസാണ്. ഇവിടെ ഫോട്ടോ എടുക്കില്ലെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ തന്നെ നമുക്ക് തക്കത്തെ വരന്നൊഴുകുന്ന ചെറിയൊരു വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ റോഡൊക്കെ വെള്ളം കയറും പേരാണല്ലോ ജലം. ആരുള്ളു നീ അള്ളൂ നാട്ടുകാരുള്ളൂ. നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഷോ കാണിച്ചു കഴിഞ്ഞ് നാട്ടുകാരെടുത്തിട്ട് അള്ളു ഒന്നാണത്. നല്ല രസമാണ് ഇല്ലേ? 2 തോടാണത്. 2 സൈഡിൽ കൂടെ ഒഴുകി വരുന്നു. 2 തോട്. വണ്ടി എടുക്കുന്നുണ്ട്. പിക്കപ്പ് പോയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴയോടാണെങ്കിൽ അക്കരെ ഇക്കരെ തിരിച്ചേക്കുന്ന ഈ ചെറിയ പാലം. തൊട്ടടുത്തൊരു പുളിമരം. ആഹാ,
നമ്മളിത് കൊള്ളാവുന്ന സ്ഥലം അങ്ങനൊന്നും അല്ല നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം. അതിൽ നമുക്കാണെങ്കിൽ സ്ഥലങ്ങളും കാഴ്ച കാണാൻ പറ്റിയ നല്ല പമ്പ് ഞങ്ങൾ ഒന്നിച്ചാണ് പറന്നു വരുന്ന കൂട്ടത്തിൽ അത് മരയൊന്നും ഇട്ടിട്ടില്ലെങ്കിലേ എടുത്തടിച്ച് താഴെ വീടിന് സോളാറാണ്. ഈ റൂട്ട് മൊത്തം, അതായത് കല്ലേരി, നമ്മളാണ് എലിയറക്ക വെച്ച് കഴിഞ്ഞാൽ പാലും പാലവും തോട്, അരുവി, വെള്ളച്ചാട്ടം, വലിയ വലിയ മലകള്, പാറക്കെട്ടുകള്. KSRTC കണ്ടല്ലോ. ആനയെ കണ്ടല്ലോ. ആനയെ കണ്ടില്ലെങ്കിൽ ആന വണ്ടി വെട്ടാവേ. ഇവിടെ നല്ലൊരു ദോശ അതാണ്. കൊപ്പത്തോട് എത്തി. ജനീഷ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. അദ്ദേഹമാണ് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് എത്ര ഉപകാരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഡ്രൈവർ എല്ലാം കഴിഞ്ഞു. പോസ്റ്റ് ഓഫീസ് കാണിക്കാനാണ് ഞാൻ തിരിഞ്ഞപ്പോഴത്തേന് പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കൊപ്പത്തോട് സോറി തെറ്റിപ്പോ അവിടെ നമ്മൾ പോകണ്ടത്. ഉള്ളോട്ട് പോണ വഴി ഇതിനപ്പുറത്തെ കൊപ്പത്തോട് ജംഗ്ഷൻ. അവർക്കെല്ലാം റൂട്ടായിരുന്നു വരാൻ. ഇവിടെ കുറച്ചൊക്കെ ഇടഭാഗമൊക്കെ, അതായത് നല്ല ഇതാണ് കൊക്കാത്തോട് ജംഗ്ഷൻ അഥവാ കൊക്കാത്തോട് ടൗൺ. ഇവിടെ വരെയാണ് ബസ് വരുന്നത്. ഇവിടെ കൊണ്ട് ഇതിന് മുകളിലോട്ട് KSRTC കുറച്ച് ദൂരം കൂടെ പോകും. ഏകദേശം 1.5 കിലോമീറ്ററോടെ പോകും. അത് കഴിഞ്ഞാൽ പിന്നുള്ള അവർക്ക് അവിടെ മുകളിലോട്ടുള്ള 2 സ്ഥലമുണ്ട്, നീരാമംകുളം എന്നൊക്കെ ഉള്ളത്. അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ജീപ്പാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവർക്കൊക്കെ ദൂരം മുകളിലോട്ടൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീപ്പിനെ ആശ്രയിച്ചാണ് അവരൊക്കെ കഴിയുന്നത്. അപ്പൊ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കൂടി നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് പോകുന്നതിലൂടെ ഒരു 10-20 പേര്, അതായത് ഒരു 10-12 പേരൊക്കെ കൂടിയാണ് ജീപ്പ് ഓടിച്ചിട്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഒരാൾക്ക് തന്നെ വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ 100-200 രൂപ അടിച്ചു.
ശ്രീരാമകുളം വരെ പോകുന്നതിന് 200 രൂപ കണ്ടത് ഒരാൾക്ക് 300 രൂപ ഒരാൾക്ക് 300 ഗൈസ്. അതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയ കൂടെ തന്നെയാണ്. ഇത് കയറ്റമാണ്, ഇത് കയറ്റം കയറിയാണ് അവിടാണ് ശ്രീരാമകുളം എന്ന് പറയുന്നത്. അവിടെ വരെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 300 രൂപയാണ്. തിരിച്ചു വരണം വെറുതെ വരും. ഇതാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ കാര്യം. അപ്പൊ ഇനി നമുക്ക് സ്കൂളിലേക്ക് കയറാം. ഇങ്ങനെ കണ്ടതിന് ശേഷം തിരിച്ച് മടങ്ങുന്ന വഴിക്ക് നമുക്കാണെങ്കിൽ കാട്ടത്തിപ്പാറയിലേക്കുള്ള ഒരു വഴിയുണ്ട്, അത് കാണിച്ചു തരാം. അങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറഞ്ഞു ഇതാണ് കൊക്കത്തോട് ഗണ്ടശുദ്ധി. ദിനേഷ് കുമാറിന്റെ വലിയ ഇടപെടലാണ് അതിൽ. അപ്പൊ നമ്മൾ അങ്ങനെ ഇനി തിരിച്ച് യാത്ര ചെയ്യാണ്, തിരിച്ചു പോവാണ്. വന്ന കാര്യങ്ങള് നടന്നോന്ന് ചോദിച്ചാൽ നടന്നെന്ന് പറയാൻ പറ്റത്തില്ല, നടന്നെന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് അത് ഈ വ്ലോഗിനകത്ത് ഇവിടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ വേറെ മറ്റേ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്. അത് കഴിഞ്ഞു നമ്മൾ ഇനി തിരിച്ച് ഈ കോട്ടയത്തോട്ട് പോവുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ്. ഈ മഴയൊന്നും പെയ്യരുത് എന്നുള്ള പ്രാർത്ഥനയെ നമുക്ക് തിരിച്ചു വിടാം. അപ്പൊ നമ്മളാണെങ്കിൽ കാട്ടത്തിപ്പാറയിലോട്ട് പോകുന്ന വഴി മാത്രം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയി. കാരണം ആ സമയത്ത് ഫോണൊന്ന് ഓഫായി പോയി. അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ വഴിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ പാറയുടെ മുകളിലൊക്കെ കയറാൻ ഇഷ്ടമുള്ള പിള്ളേരുണ്ടെങ്കിൽ കയറുക. വീടിന് അവർ സ്വന്തമായിട്ട് അനുഭവിക്കുക, സ്വന്തം റിസ്കിൽ പോവുക. അല്ലേ, സ്വന്തം റിസ്കിൽ പോവുക. അത് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല കയറി നല്ല നല്ല കാഴ്ചകൾ കാണാമെന്നും പറഞ്ഞ് അവിടെ പോകും. വയ്യ ചപ്പാത്തൊക്കെ അറിയിട്ട് പോകുന്നില്ല. അപ്പം അവരവരുടെ റിസ്ക് പോവാ വരിക, സേഫായി പോവാ, സേഫായി വരിക. അതല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടാണ് അവർ ചെന്നൈ എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയായിട്ട് വന്നാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഒരു കാര്യം പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു. അങ്ങനല്ല, ഇന്ന് വരെ നമ്മുടെ ചാനലിലൂടെ ആരും കണ്ടിട്ട് ഓരോ സ്ഥലത്തും പോയിട്ടൊന്നുമില്ല. അധികം വീഡിയോസൊന്നും ആദ്യം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ പറഞ്ഞ സ്ഥലത്തൊന്നും ഇതുവരെ ആരും പോകാൻ നമ്മൾ കണ്ടിട്ടില്ല. ആരും കമന്റ് പോലും ഇട്ടിട്ട്. ഇതും പോകത്തില്ലായിരിക്കും. കാണുന്നവരുണ്ടെങ്കിൽ കാണുക, പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോകുക. വീണ് ചവഞ്ഞു കഴിഞ്ഞാൽ പോലും എടുത്തുകൊണ്ട് വരാൻ പോലും പറ്റില്ല. ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഉണക്ക സമയത്തേ കയറാം, ഉണക്ക സമയത്ത് പോവുക. കാണുന്ന മല പാറയാണ്. ഉണക്ക സമയമാണ് ഏറ്റവും ബെസ്റ്റ് വരാൻ. കാരണം മഴക്കോടെ പോയി കഴിഞ്ഞാൽ വായന പിടിച്ച് കിടക്കുമായിരിക്കും. അവർക്ക് തെറ്റും പിടിച്ചാലെങ്ങനെ നിൽക്കില്ല. നമ്മൾക്ക് വള്ളിയോ വറവോ ആരും ഇല്ല. സേഫ്റ്റി ഇല്ലാതെ കഴിവതും മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കി വേണം. നല്ല ഉണക്ക സമയത്ത് കാണാതെ കയറാവും. ഭവനും കാര്യങ്ങളൊക്കെ അതിന് മുമ്പായിട്ടാണ് ആ വഴി. അള്ളങ്കൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്കാണ് കയറി പോകാൻ. ആ ജീപ്പ് വരുന്ന ആ വഴി വന്നിട്ട് ഈ വഴിയാണ് ആ പാറയിലേക്ക് കയറി പോകുന്നത്. കാട്ടാത്തിപ്പാറയിലേക്ക് കയറി പോകുന്ന വഴി ഇതാണ്. താഴെയാണ് അള്ളങ്കൽ ജംഗ്ഷൻ.
അവിടെ വന്നതിന് ശേഷം ചെറിയൊരു കയറ്റം കയറി മുന്നോട്ട് വരുമ്പോൾ തന്നെ വലത്തെ സൈഡിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് കാണാം. ആ റോഡാണ് പാറയിലേക്ക് പോകുന്ന വഴി. അവിടുന്ന് ഏകദേശം എത്ര ദൂരം കാണൂടാ? ഇവിടുന്നോ? അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. 2 കിലോമീറ്റർ. ഏകദേശം 2 കിലോമീറ്റർ. പോകുന്നവരുണ്ടെങ്കിൽ പോവാ കേട്ടോ. ഇഷ്ടമുള്ളവരൊക്കെ പോവുക, കാണുക, കാഴ്ചകൾ കാണുക, സേഫായി പോവുക, സേഫായി തിരിച്ചു വരിക. അതേപോലെ തന്നെ ഇവിടെ നിന്നും കടകളോ കാര്യങ്ങളോ ഹോട്ടലോ ഒന്നുമില്ല, ഒരു ബന്ധവും ഇല്ല. നീ കഴിക്കണമെന്നുണ്ടെങ്കിൽ എലിയിറക്കെ ചെല്ലണം. എലിയിറക്കിലോ കോന്നിയിലോ ചെന്നെങ്കിൽ ഹോട്ടലിലോ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ഇല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി നമ്മളാണെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതിന് ശേഷം ചെന്നെങ്കിൽ ആഹാരം പോലും കിട്ടത്തില്ല. അല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യം നമുക്കറിയത്തില്ല. അവിടെ നമ്പർ എഴുതിയിട്ടേക്കുന്ന കണ്ടുള്ളൂ. അവിടെ 2 പേര് നിൽപ്പുണ്ടായിരുന്നു അക്കരെ സൈഡിൽ. അവിടെ ആ കാണുന്നതാണ് കാട്ടത്തിപ്പാറ. ഇപ്പൊ അല്ലങ്കൽ ജംഗ്ഷനായി. അല്ലങ്കൽ പാലത്തിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. നേരെ കാണുന്നുണ്ട്, അത് കാട്ടത്തിപ്പാറയാണ്. അതുകൊണ്ട് അല്ലങ്കൽ പാലം. പാലത്തിന്റെ അവസ്ഥ നോക്കിയേ. ശരിയാ. ഇത് വണ്ടി വരെ വന്ന് കൈവരി പോലും ഇല്ല. രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ മറിഞ്ഞ് താഴെ തോട്ടി പോത്തേ ഉള്ളൂ. ഇതാണ് ആ പാലത്തിന്റെ അവസ്ഥ. അതൊക്കെ താമസിയാതെ മാറും. കാരണം നിമിഷമായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. പാലത്തിന്റെ ഒക്കെ അവസ്ഥ അതൊക്കെ മാറും, സെറ്റാവും. മുകളിൽ നിന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ വേസ്റ്റ് നോക്കണ്ട, വാരി കൂട്ടി കവറിനാക്കി ഇടുക. 2 പിടി കരിയില ഒരിടപ്പ് മണം അങ്ങനെ പറ്റൂ. കാരണം മേലും താഴെ വരുമ്പോഴത്തേക്ക് കാണത്തില്ല. നല്ല ഹൈറ്റാണ്, നല്ല ഹൈറ്റ്. ഏകദേശം ഒരു 180 അടിയോളം 150 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഇല്ലടാ, നല്ല ഹൈറ്റ് ഉണ്ട്, അതിൽ കൂടുതലുണ്ട്. അത്ര ഹൈറ്റും താഴെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ജീവനോടൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു കിട്ടും. ഇവിടെ മൊത്തം അരുവി. ആൾക്കാരും കണ്ടല്ലോ കൊതി വീരുന്നത്. അടിപൊളി അരുവികളാണ്. പക്ഷെ അത്യാവശ്യം മഴക്കോളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല കൂരാപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷം വേണേലും മഴ പെയ്യാൻ ചാൻസ്. അതേപോലെ തന്നെ നമ്മളത് ഹോം സ്റ്റേയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് ഞങ്ങൾ അതിപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നോക്കിയായിരുന്നു. അപ്പൊ അവിടെ താമസമുള്ളതായിട്ട് തുടങ്ങിയ സമയത്തെങ്ങാണ്ടുള്ള ആയിരുന്നു. ഇപ്പം ഇല്ലല്ലോ. ഞാൻ അപ്പടി ഒന്ന് വിളിച്ചു നോക്കണം. അടുത്ത വീട് ഞാൻ കൺഫേം കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അവിടെ പൊട്ടി തകർന്ന് നടന്നു. ആൾക്കാരെ പറഞ്ഞു വെച്ചിട്ടെന്ന് പറയട്ടെ. അതായത് തിരിച്ചു വന്ന് ഞാൻ നോക്കിയായിരുന്നു. അവിടെ അങ്ങനെ ഒരു കുന്തമാണ്. മറിക്ക് വേണ്ടി നമുക്ക് എത്രയൊക്കെ കാണിച്ച കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂടെ കൊടുക്കും. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ഇത് കൂടെ കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ആ മരം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ.